നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നാണ് യൂറോ കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം. ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർ തീർച്ചയായിട്ടും വലിയ ആകാംക്ഷയിലാണ്. കാരണം ജർമ്മനിയുടെ കാര്യത്തിൽ അവസാനമായി കളിച്ച 3 മേജർ ടൂർണമെൻറ്റുകളിൽ ആദ്യ മത്സരം പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറും എന്നവർ പ്രതീക്ഷിക്കുന്നു. സ്കോട്ട്ലൻഡ് സർവം മറന്നൊരു ഫൈറ്റ് കൊടുത്താൽ ജർമ്മനിക്ക് പക്ഷേ കാര്യങ്ങൾ എളുപ്പമാവില്ല. എന്തായാലും ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഈ മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂവിലേക്ക് നമ്മൾ കടക്കുന്നു. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ ഇതോടൊപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും സമീപകാലത്തെ പ്രകടനങ്ങളുടെ കണക്കൊരു ഫോം ഗൈഡ് എന്ന രൂപത്തിൽ എടുത്തു നോക്കിയാൽ ജർമ്മനി അവസാനമായി കളിച്ച 6 മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ടാണ്. അതിൽ 3 വിജയമാണ്. 3 വിജയം, 1 സമനില, 2 തോൽവികൾ, അങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം 10 താഴെയാണ് അവരുടെ ഫിഫ റാങ്കിങ് എന്നുള്ളത്. സ്കോട്ട്ലൻഡ് അവസാനമായി കളിച്ചിട്ടുള്ള 6 കളികളിൽ ജയിച്ചിട്ടുള്ളത് ഒരേ ഒരു കളിയാണ്. 2 കളി തോറ്റു, 3 കളി സമനില. ഇതാണ് അവരുടെ ഒരു റീസെൻറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം ആരാധകരുടെ മുന്നിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അവർ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനി എക്സ്പെർട്ടുകളുടെ ഒരു പ്രഡിക്ഷനിലേക്ക് പോയാൽ, ഇപ്പം ഫിൽ റോബർ, ജർമ്മൻ റിപ്പോർട്ടർ എന്ന രൂപത്തിൽ യുവേഫ അവതരിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം ഈ ഒരു കളിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടൂർണമെൻ്റ് ആയിട്ട് ഇത് മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർ കഴിഞ്ഞ 3 മേജർ ടൂർണമെൻറ്റുകളിലെ ഓപ്പണിംഗ് മത്സരങ്ങൾ പരാജയപ്പെട്ടതാണ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് സ്ട്രീക്ക് വിൽ എൻഡ് ഇൻ മ്യൂണിക്. ഇന്ന് മ്യൂണിക്കിൽ ആ ഒരു സ്ട്രീക്ക് അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്കോട്ട്ലൻഡ് അഗ്രസീവ്ലി കളിക്കുകയാണെങ്കിൽ, അവർ നെതർലൻഡ്സിനെതിരെ മാർച്ചിൽ കളിച്ച പോലെയൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഓപ്പണിംഗ് ഗെയിം ഒരു മികച്ച പോരാട്ടമായിട്ട് മാറും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ജർമ്മനി ആ ഒരു ലൂസിങ് സ്ട്രീക്ക് ഇവിടെ അവസാനിപ്പിക്കും എന്നാണ്. അതേസമയം അലക്സ് ഒഹെൻലി, സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പെർട്ടായിട്ട് യുവേഫ അവതരിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നത് സ്കോട്ട്ലൻഡിന് നല്ലൊരു റിസൾട്ട് ജർമ്മനിക്കെതിരെ ലഭിക്കണമെങ്കിൽ അവർ ആ ഒരു യൂറോ ക്വാളിഫയറിൽ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളൊരു മികവുണ്ട്. 5 മത്സരങ്ങൾ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ചൊരു മികവ്, അത് വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടി വരും. എന്തായാലും സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിക്കെതിരെ വിജയിച്ച് കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മ്യൂണിക്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവട്ടെ സ്കോട്ട്ലൻഡിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് എന്നാണ് അലക്സ് ഒഹെൻലി പറഞ്ഞത്. ചുരുക്കത്തിൽ ജർമ്മനിക്ക് തന്നെയാണ് സാധ്യതയും പ്രതീക്ഷയും ഒക്കെ എല്ലാവരും കൽപ്പിക്കുന്നത് എന്നർത്ഥം. രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പ് കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ജർമ്മനിയുടെ ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂയർ, ഡിഫൻസിലെ റൂഡിഗറും തായും, ഇരു പാർശ്വങ്ങളിലായിട്ട് മെറ്റൽസ്ഡാറ്റും അതുപോലെ കിമ്മിച്ചു നിൽക്കുമ്പോൾ മധ്യനിരയിൽ ക്രൂസും അൻഡ്രിച്ചും കാര്യങ്ങൾ നിയന്ത്രിക്കും. പിന്നിൽ കെ ഗുണ്ടോഗനും അവരുടെ കൂടെ ഉണ്ടാകും. മുന്നേറ്റങ്ങളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് മുസിയാലയും വേർഡ്സും, പിന്നെ സെൻട്രൽ ഫോർവേഡിൻ്റെ രൂപത്തിൽ കൈ ഹവേർട്സ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജർമ്മനിയുടെ ഒരു 11 എങ്കിൽ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോട്ട്ലൻഡിൻ്റെ പ്രോബിൾ ലൈനപ്പ് നോക്കിയാൽ ഗണ്ണ്, റാൾസൺ, പ്രോട്ടേസ്, അതുപോലെ തന്നെ ഹെൻറി, കേണി, റോബർട്ട്സൺ, മക്ടോമിനായി, ഗിൽമോർ, മാഗ്രിഗർ, മാക്കിന്, ആഡംസ്, ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് അവരും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ന് ജർമ്മനി എന്തായാലും വിജയത്തിനായിട്ട് പോരാടുമ്പോൾ സർവം മറന്നൊരു ഫൈറ്റ് സ്കോട്ട്ലൻഡ് കൊടുത്താൽ തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.